7.8 സെന്റ് സ്ഥലത്ത് 3500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളോട് കൂടി ചെയ്തിരിക്കുന്ന ഭംഗിയുള്ളൊരു വീട്. അതും ഇതുപോലെ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ പറഞ്ഞ വീട് എവിടെയാണെന്നല്ലേ? എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് ഇടച്ചിറ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടച്ചിറയിലാണ്. അവിടെ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലുലുവിന്റെ സൈബർ ടവർ ഒക്കെ നല്ല സുഖമായിട്ട് കാണാം. തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 7.8 സെന്റിൽ 3500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഭംഗിയുള്ള ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു വീട് കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്ന് പോകും. അത്ര ഭംഗിയായിട്ടുള്ള ആ ഒരു എലിവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിൽ കൊടുത്തിട്ട് അതിനകത്തെല്ലാം നെറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് പെബിൾസ് ആണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടാണ് സ്റ്റോണിന്റെ വർക്കുകൾ, ഗ്ലാസ് വർക്കുകൾ, ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. അത്ര പോലും ഭംഗിയായിട്ടാണ് വർക്കുകൾ എല്ലാം തന്നെ എലിവേഷനിൽ ചെയ്തിരിക്കുന്നത്. പെയിന്റിങ്സ് ആണെങ്കിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം, സ്റ്റാൻഡേർഡ് ആയ കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് എലിവേഷൻ വരുന്നത്. റൂഫിന്റെ ഷേപ്പ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഒരു കണ്ടംപററി, ക്ലാസി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എലിവേഷൻ ആണ് വീടിന് വരുന്നത്. നമ്മൾക്ക് മതിൽ കണ്ടു. നമ്മൾ ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് വരുന്നത്. മെയിൻ പില്ലറുകളിൽ 2 ലാമ്പ് വെച്ചിട്ടുണ്ട്. കാർപോർച്ച് നിങ്ങളത് നോക്കിക്കോളൂ. വളരെ വലിയൊരു കാർപോർച്ച് തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലും സൈഡിലും നമുക്ക് ഓപ്പൺ സ്പേസ് ആണ്. ഇതുപോലെ വഴി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട് പ്രത്യേക ഒരു ലുക്കാണ് കാണാനായിട്ട്. സൈഡ് എലിവേഷൻ നോക്കിയാലും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമുക്ക് വീട് കാണാൻ പറ്റുന്നത്. എത്ര ദൂരേന്ന് നോക്കിയാലും നമ്മുടെ വീട് നല്ല തലയെടുപ്പോട് കൂടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. 7.8 സെന്റ് ലാൻഡ് വരുന്നത് കൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആണ് വീടിനകത്ത്. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കോബിൾ സ്റ്റോൺസ് ആണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ 2 കാറുകൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതും കവേർഡ് റൂഫിന്റെ അണ്ടറിൽ. മൂന്നാമത്തെ കാർ നിങ്ങൾക്ക് വീടിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഭാഗത്തും പാർക്ക് ചെയ്യാം. ടോട്ടൽ 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. കോമ്പൗണ്ട് വാൾ വീടിനകത്തൂടെ നിങ്ങൾ നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ പോകുന്ന ഭാഗത്ത് 2 സൈഡിലും കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ബോക്സുകളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. സ്ട്രെയിറ്റ് നോക്കിയാൽ കാണാം, അവിടെ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഭംഗിയായിട്ടുള്ള ഒരു വർക്കുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡ് ആണ്, സ്പേഷ്യസ് ആയ വഴിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും ഫ്ലോറിൽ കോബിൾ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. മെയിൻ കാർ പോർച്ചിന്റെ സൈഡിലൂടെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഇതുപോലെ ചെറിയൊരു പാർട്ടീഷൻ ഭംഗിയായിട്ട് ജാളി വർക്ക് മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ ആണ്. ഇൻ ബിറ്റ്വീൻ കിണറിന്റെയും വർക്ക് ഏരിയയുടെയും ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ് ഏരിയ വരുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെ നമുക്ക് റൂഫ് ഒക്കെ കവർ ചെയ്തിട്ടുള്ള നല്ലൊരു പാറ്റോ ഏരിയയും കിട്ടുന്നുണ്ട്. സ്പേഷ്യസ് ആയ സിറ്റ് ഔട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. 3 ചെയറുകൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഇങ്ങനത്തെ ഡോറുകൾ നമ്മൾ കാണുന്നത് വളരെ കുറവാണ്. വളരെ ഭംഗിയായിട്ടാണ് ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നേരെ വരുന്നത് ഇതുപോലൊരു പാസേജിലേക്കാണ്. പാസേജിന്റെ റൂഫിൽ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. അതുകൂടാതെ എൻട്രി ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഇതുപോലൊരു എൻട്രൻസ് ആണ് നമുക്ക് ലിവിംഗ് സ്പേസിലേക്കുള്ള എൻട്രി ആയിട്ട് കിട്ടുന്നത്. അവിടെയാണ് ഡൈനിങ് വരുന്നത്. നിങ്ങൾ സ്ട്രേറ്റ് കടന്നു വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു വോൾ ഒക്കെ നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ആ ഒരു വോളിൽ ഡിസൈനുകൾ വരുന്നത്. ഏറ്റവും ടോപ്പ് റൂഫ് നോക്കുവാണെങ്കിൽ സ്കൈ നമുക്ക് വിസിബിൾ ആണ്. ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഭംഗിയായിട്ട് വലിയൊരു ഷാൻഡിയറും അതിന് ചുറ്റിനുള്ള ഡിസൈൻ ഒക്കെ നോക്കിക്കോളൂ. വളരെ സ്റ്റൈലായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ് സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. അതിന്റെ മുകളിൽ നോക്കിയാൽ റൗണ്ട് ഷേപ്പിലെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ ടഫന്റെ ഗ്ലാസ് ഇട്ട് വേറെയും നമുക്ക് ഓപ്പണിംഗ് വരുന്നുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആവുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ വെളിച്ചം വേണം. അതിനുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. 14.5 അടി നീളവും 14 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ എൻട്രൻസ് ഒന്ന് നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ട് വലിയൊരു എൻട്രൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് വരുന്നത്. ഡൈനിങ് ഹാൾ നോക്കുവാണെങ്കിൽ 15.5 അടി നീളവും 13.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വോൾ ഒക്കെ ഒരു പ്രത്യേക ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു വലിയ ഡൈനിങ് ഹാൾ കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകളൊക്കെ ഭംഗിയായിട്ടൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വാഷ് ഏരിയ കാണണ്ടേ? ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഭംഗിയായിട്ട് ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ലീഫി ഡിസൈനിലാണ്. ജാഗ്വാറിന്റെ ആണ് വരുന്നത്.
കൗണ്ടർ ടോപ്പ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിന്റെ റൂഫ് നിങ്ങൾ നോക്കിക്കോളൂ, ഭംഗിയായിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിക്കോളൂ, ടഫന്റെ ഗ്ലാസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇരിക്കാനായിട്ട് ഈ ഒരു സ്പേസ് ഉണ്ട്. ഇത് കൂടാതെ വേറെയും ഗസ്റ്റ് ലിവിംഗ് വരുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് എന്തായിട്ട് വേണമെങ്കിലും ഈ ഒരു ഏരിയ യൂസ് ചെയ്യാം. അത് ഭംഗിയായിട്ട് തന്നെയാണ് പെബിൾസ് ഒക്കെ ഇട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വോളിലും നല്ല ഡിസൈൻ ആണ് വരുന്നത്. അവിടെ വിൻഡോസ് വരുന്നുണ്ട്. ഇത് കൂടാതെ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് ഡെക്കർ പീസുകളൊക്കെ വെക്കാനായിട്ട് ആ ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസും കേബിളൊക്കെ നോക്കുവാണെങ്കിൽ LEDസിലും വി ഗാർഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം കണ്ടു നോക്കാം. ഇതുപോലെ ഡിസൈനുള്ള ഡോറുകൾ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു സെമി ഫർണിഷ്ഡ് ആണെന്ന് പറയാം. ഒരു കോട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അതിന് സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു സൈഡ് ടേബിൾ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് വിൻഡോ വരുന്നുണ്ട്. ഭംഗിയായിട്ടാണ് വാൾപേപ്പർ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സ് നോക്കുവാണെങ്കിൽ ആ ഒരു സൈഡിൽ ഭംഗിയായിട്ടാണ്, അതിനിടയ്ക്ക് ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വാർഡ്രോബ് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. എക്സ്ട്രാ സ്പേസുകൾ വേറെ വരുന്നുണ്ട്. വാർഡ്രോബിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഡ്രോസും കൊടുത്തിട്ടുണ്ട്. ബാക്കി വിൻഡോസ് കാണണ്ടേ? ഈ ഒരു ഭാഗത്തായിട്ടാണ് 4 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിലാണ് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെയും കബോർഡ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഈവൻ ഫ്ലോർ ടൈല് വരെ നിങ്ങൾ നോക്കിക്കോളൂ, ഡിസൈൻ ഉള്ള ഫ്ലോർ ടൈൽ നമ്മൾ ബാത്റൂമിനകത്ത് കാണുന്നത് കുറവാണ്. റൂഫൊക്കെ ആണെങ്കിലും ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളൊക്കെ ഇട്ട് നല്ലൊരു വൈബോട് കൂടിയിട്ട് തന്നെയാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. ഡോറിന്റെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 13.5 അടി നീളവും 13.5 അടി വീതിയും തന്നെയാണ് ബെഡ്റൂം സൈസ് ആയിട്ട് വരുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിൻഡോസ് കാണാം. ഇതും സെമി ഫർണിഷ്ഡ് ആണ്. കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിൾ വരുന്നുണ്ട്. ആ കോട്ടിന്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഹെഡ് പോർഷൻ വരുന്ന ഭാഗത്തൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമാണ് നമുക്ക് വാൾ പേപ്പർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു വാർഡ്രോബ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിലെ പോലെ എക്സ്ട്രാ സ്പേസ് ഒക്കെ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഡ്രസ്സിംഗ് ടേബിളിനായിട്ടുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫ്ലോർ ടൈലുകളും വോൾ ടൈലുകളും നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസ് നിങ്ങൾ കണ്ടു. അവിടെ നിന്ന് നമ്മൾ കിച്ചണിന്റെ ഭാഗത്തേക്കും പാറ്റോ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു എൻട്രൻസ് കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് റോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്ന 2 ബൾബുകളാണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഇഷ്ടത്തിന് എന്തായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫ്രണ്ടിൽ നമ്മൾ ഗസ്റ്റ് ലിവിംഗ് സ്പേസ് കണ്ടു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫാമിലി ലിവിംഗ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയും വോൾ ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ ഭംഗിയുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാതെ ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പാറ്റോ ഏരിയ ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. നമ്മൾ ഇവിടെയാണ് പാറ്റോ ഏരിയ പറഞ്ഞത്. ഇതിന്റെ 2 സൈഡിൽ കാണുന്ന വോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇതുപോലെ ഓപ്പൺ ഷെൽഫുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊക്കെ ചെറിയ LED സ്ട്രിപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ കിച്ചൺ ഇവിടെയാണ്. ഓപ്പൺ കിച്ചൺ ആണ്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം. എൻട്രൻസ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു കിച്ചൺ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് ലോഫ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് കിച്ചൺ വരുന്നത്. 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കളർ ഡിസൈൻ വരുന്ന ലീഫി ഡിസൈനിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 പോർഷൻ ആയിട്ട് കിച്ചൺ വരുന്നുണ്ട്. ഫ്രിഡ്ജ് വെക്കാനൊക്കെ നിങ്ങൾക്ക് ഇവിടെ വളരെ വലിയ സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ ഭംഗിയായിട്ട് ഗ്രേ കളറിലാണ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് നോക്കിക്കോളൂ. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ഡോറുകളാണ് മുകളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചണിനകത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചന്റെ റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളുടെ വർക്കുകളാണ് കൂടുതൽ വരുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. വളരെ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്യാബിനറ്റ്സിന്റെ കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കിക്കോളൂ. കൗണ്ടർ ടോപ്പിന് താഴെ കംപ്ലീറ്റ് ആയിട്ട് ക്യാബിനറ്റ്സ് ആണ്. അവിടെ ഒരു സിങ്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ലാൻഡിംഗിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ബേ വിൻഡോ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്.
അതും ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വലിയ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. നല്ലൊരു സീനറിയാണ്. ഒത്തിരി ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ റൂഫ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്തും സ്കൈ ആണ് വിസിബിൾ ആയിട്ടുള്ളത്. മുകളിൽ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന ഭാഗത്ത് ഇവിടെ ഇതുപോലെ നല്ല രീതിയിൽ സ്ക്വയർ ഷേപ്പിലാണ് ഇവിടെ ഔട്ട് ഫ്രെയിം ഇട്ടിട്ട് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള അപ്പർ ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ വലിയൊരു ഹാള് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ടി വി ഉണ്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിന്റെ റൂഫിൽ നോക്കിക്കോളൂ. സിമ്പിൾ ആയ ഡിസൈനിലാണ് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ വോളിൽ വലിയൊരു റൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ഡോറ് വരുന്നുണ്ട്. അത് തുറന്നാൽ നമ്മൾ ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഭംഗിയായിട്ട് ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്തിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഇതൊരു 5 ബെഡ്റൂം ഹൗസ് ആണ്. 2 ബെഡ്റൂമുകൾ നമ്മൾ താഴെ കണ്ടു. ടോട്ടൽ ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ താഴെ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഡോറുകൾക്കും കൊടുത്തിരിക്കുന്നത്. 16 അടി നീളവും 13.5 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സെമി ഫർണിഷ്ഡ് ആണ്. കോട്ട് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ സൈഡ് ടേബിൾ വരുന്നുണ്ട്. ആ ഒരു വോള് ഭംഗിയായിട്ടാണ് വാൾപേപ്പർ ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയുള്ള വിൻഡോ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ചെറിയ ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട്. തൊട്ടടുത്തൊക്കെ വീടുകളാണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡ്രസ്സിംഗ് ടേബിൾ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം നോക്കുവാണെങ്കിൽ ഭംഗിയായ ഡിസൈനിലാണ് ടൈലുകൾ വരുന്നത്. 3ാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. 14-11 ഫീറ്റിലാണ് 4ാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയും കോട്ട് ഫെസിലിറ്റിയും സൈഡ് ടേബിൾ ഫെസിലിറ്റിയും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വിൻഡോസ് വരുന്നത്. വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. താഴെ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ്. ഇവിടെയും നിങ്ങൾക്ക് ഒരു സൈഡ് നോക്കുവാണെങ്കിൽ കാണാം വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. റൂഫിലൊക്കെ ഭംഗിയുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ നല്ല ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. 4ാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. 5ാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യത്തിന് വളരെ വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ്. നമുക്ക് ഇവിടെ ഇതൊരു ബാൽക്കണി ആണെന്ന് കൂടി പറയാം. ഓപ്പൺ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാൻ അറേഞ്ച്മെന്റ്സ് നമുക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ആണ് കാണാനായിട്ട്. ഇൻഫോ പാർക്കിന്റെ ബിൽഡിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം. ലുലുവിന്റെ സൈബർ ടവർ എല്ലാം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. നമുക്കിനി ഇവിടുത്തെ 5ാമത്തെ ബെഡ്റൂം, ഫൈനൽ ആൻഡ് 5th ബെഡ്റൂം ആണ് കാണേണ്ടത്. 13.5 അടി നീളവും 13 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. നേരെ നോക്കുമ്പോൾ വിൻഡോസ് കാണാം. കോട്ട് ഫെസിലിറ്റി ഉണ്ട്. ആ സൈഡിലുള്ള വോളിൽ ഇവിടെയും ഭംഗിയായിട്ടാണ് വാൾപേപ്പർ ചെയ്തിരിക്കുന്നത്. റൂഫിലും നല്ലൊരു വർക്കും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ബെഡ്റൂമുകളിൽ കോട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാം വളരെ വലിയ സൈസാണ് എല്ലാ ബെഡ്റൂമുകൾക്കും. ഇവിടെയായിട്ടാണ് നിങ്ങളുടെ വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും എല്ലാം വരുന്നത്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വേറൊരു സ്പേസ് കൂടി എല്ലാ റൂമുകളിലും ഡ്രസ്സിംഗ് ടേബിളിനായിട്ട് ഈ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്ത് ഭംഗിയുള്ള ഡിസൈൻ ടൈലുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് 7.8 സെന്റ് ഓഫ് ലാൻഡിൽ 3500 സ്ക്വയർ ഫീറ്റിൽ 5 BHK ആയിട്ടാണ്. അതുകൂടാതെ യൂട്ടിലിറ്റി ഏരിയ, വർക്ക് ഏരിയ എല്ലാം സെപ്പറേറ്റ് കിട്ടുന്നുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസും വെൽ വാട്ടറും കിട്ടുന്നുണ്ട്. 7.8 സെന്റ് ഓഫ് ലാൻഡിൽ 7.8 സെന്റ് ലാൻഡിൽ 3500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 5 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് വരുന്നത്. ഇവിടുത്തെ മരത്തിന്റെ ഡോറുകൾ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തേക്കിലും ആഞ്ഞിലിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. എന്ത് സൗകര്യമാണ് ഇല്ലാത്തതെന്ന് മാത്രമാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ലൊക്കേഷൻ പറഞ്ഞല്ലോ, എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് എടച്ചിറ. എല്ലാവർക്കും ഒരേ ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എടച്ചിറ ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. ഓണർ വീടിന് ചോദിക്കുന്ന പ്രൈസ് 2,60,00,000 രൂപയാണ്. 2.60 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വരുന്ന സമയത്ത് നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്.
വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട, സ്ക്രീനിൽ നമ്പറുകളുണ്ട്, പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.